അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞായറാഴ്ച കാരണമുണ്ടേ ഒരു വീടിൻ്റെ വാർക്കുണ്ട്. അപ്പോൾ വാർക്കപ്പണിക്ക് ഇന്ന് പോയാലൊന്ന് ആലോചിച്ച് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ്. അപ്പോൾ അവരൊക്കെ പോയ കാരണം ഞാൻ വേഗം അങ്ങോട്ട് വിട്ടു കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ സൈറ്റ് എത്തിയപ്പോൾ ആശ്വാസമായിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ മെഷീനൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ നേരം വലിയ കാര്യമായില്ല. പിന്നെ അതൊന്നും നോക്കിയില്ല, നമ്മൾ ഡ്രസ്സ് മാറി നേരെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു ലോഡ് കട്ട മാറ്റാനുണ്ടായി. കാരണം എന്ന് വെച്ചാൽ കട്ട മാറ്റിക്കഴിഞ്ഞാൽ ആ മെഷീൻ അങ്ങോട്ട് കയറുള്ളൂ. അപ്പോൾ ആ പയ്യനെ ആ ഒരു ലോഡ് കട്ട ഉണ്ടായി, 350 കട്ട ഉണ്ടായി. അതെല്ലാവരും കൊണ്ട് നിന്നിട്ട് പടയാനും പറഞ്ഞിട്ട് അങ്ങോട്ട് നീക്കി. പിന്നെയെന്ന് വെച്ചാൽ കുറേ നാളായി നമ്മൾ പണിക്കിറങ്ങിയിട്ട്, അത് കാരണം കൈയൊക്കെ ജസ്റ്റ് ഒന്ന് പുട്ടൊക്കെ ചെയ്ത് കാര്യമാക്കില്ല. എന്തായാലും പണിയെടുക്കാൻ വന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കാണ്ട് വേറെ രക്ഷയില്ലല്ല, പണിയെടുക്കാൻ വന്നല്ലേ. മെഷീൻ്റെ ഫസ്റ്റത്തെ ഭാഗമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് ഇതാണെങ്കിൽ ഇനി വരാണ്ട് 2 ട്രിപ്പായിട്ടാണ് മെഷീൻ്റെ വണ്ടി വന്നത്. പിന്നെ ഈ മെറ്റൽ അടിക്കണമെങ്കിൽ ഈ സാധനമൊക്കെ മാറ്റിയിട്ട് വേണം. കാരണം വെച്ചാൽ അവിടെ കട്ട എടുക്കല്ലേ, മെറ്റലും അടിക്കണം. പിന്നെ വെച്ചാൽ ആ മെഷീൻ്റെ വണ്ടി അങ്ങോട്ട് കയറാൻ വേണം. അപ്പോൾ അതിൻ്റെ ഒതുക്കല്ലാണ് ഞങ്ങളിപ്പോൾ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാലേ നമുക്ക് ഇപ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാർക്ക സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യെ പിടിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇനി വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനി. പിന്നെ അപ്പം അങ്ങനെ ഇന്നിപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്, മെഷീൻ 2ാമത് കൊണ്ടുവന്നിരിക്കണം വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇനി വാർക്ക സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ കാണുന്ന സംഭവം കേട്ടോ നമുക്ക് ഇനി കോൺക്രീറ്റ് ആക്കി തരുന്ന മെഷീൻ. പിന്നെയെന്ന് വെച്ചാലേ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ആവണം എന്നുണ്ടെങ്കിലേ അതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ എത്തണം. മെറ്റീരിയൽ എത്തിക്കേണ്ട അപ്രൻറ്റീസുകളാണ് ഞങ്ങൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെ മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ വീടെന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള വീടാട്ടോ, 1820 സ്ക്വയർ ഫീറ്റുള്ള വീടത്. ഇപ്പോൾ 2 സെക്ഷനായിട്ടാണ് ഇപ്പോൾ വാർക്കണം. അപ്പോൾ ഇതാട്ടോ വൈബ്രേറ്റിംഗ് മെഷീൻ. ഈ സംഭവത്തിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റ് ഇട്ട് തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കറക്റ്റ് തിക്കായിട്ട് ഈ സംഭവം നമ്മൾ കോൺക്രീറ്റ് കറക്റ്റായിട്ട് ഇറങ്ങും. അതാണ് ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ. പണ്ടൊക്കെ ഇതിന് പകരമായിട്ട് കമ്പിയൊക്കെ ഇട്ട് കുത്തുകയും കോൺക്രീറ്റ് ഇടുന്നതനുസരിച്ച്. അപ്പോൾ അങ്ങനെ 3-4 പേര് അങ്ങനെ കൂടിയിട്ടുണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പോയി നോക്കിയാട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ഇത് ഒരു പൈപ്പ് ശരിയാക്കണമാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങനെ വന്നപ്പോൾ മെഷീൻ അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത്, ഇത് ഇവർ തന്നെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ സംഭവം ഇവർ തന്നെ കൊണ്ടുവരുന്നവർ തന്നെ സെറ്റ് ചെയ്തോളും. നമ്മൾ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കാൻ മതി, നമ്മൾ വേറെ ഒന്നും പണിയൊന്നും ചെയ്യണ്ട. അപ്പോൾ വാർക്ക തുടങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് പണി തുടങ്ങുന്നത്. പിന്നെ നമുക്ക് സ്റ്റോപ്പില്ല, നമുക്ക് തീരാണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല പിന്നെ വാർക്ക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സിമെൻറ്റ് വന്നു. അപ്പോൾ സിമെൻറ്റ് ഇറക്കാനായിട്ട് നിന്ന്. കാരണം വെച്ചാൽ ആദ്യം കുറച്ച് വന്നിട്ടുണ്ടായി, അത് കൂടാണ്ട് ഇപ്പോൾ 2ാമത്തെ ട്രിപ്പ് വന്നു. കാരണം വെച്ചാൽ ചെറിയ വണ്ടിയിലാണ് വന്നത്. കാരണം ഈ വീട്ടിലേക്ക് കയറാനായിട്ടേ വലിയ വണ്ടിയിൽ പറ്റില്ല, സിമെൻറ്റ് എടുത്ത് വെക്കണതാണ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു 10-50 കിലോ വെയിറ്റുള്ള സാധനമാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടുപോകുന്നത്. കുഴപ്പമില്ല. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാരണം പിന്നെ വലിയ റിസ്ക് ഉണ്ടായില്ല. എല്ലാം കുഞ്ചിയെ കൂടി കൂട്ടാം, മര്യാദക്ക് പൊക്കിയില്ല കേട്ടോ. പിന്നെ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കലക്കാന്ന് വെച്ചാൽ പായസം ഒന്നല്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ ആദ്യം ഒരു സെക്ഷൻ കുറച്ച് വാർത്തിട്ടുണ്ടായി, ഒരു 450-500 സ്ക്വയർ ഫീറ്റോളം വാർത്തിട്ടുണ്ടായി കുറച്ച്. കാരണം വെച്ചാൽ ഗവൺമെൻറ്റിൽ നിന്ന് പാസ്സാവണ പേരാണ്. അപ്പോൾ അത്രയും പാടുള്ളൂന്നുണ്ട്. അപ്പോൾ ബാക്കി അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തെടുക്കണം ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ജോയിൻറ്റിൽ ഒഴിക്കാനായിട്ടാണ് ഈ കലക്കണത്. അത്യാവശ്യം നല്ല കട്ടിയിൽ കുറുക്കൂട്ട് കലക്കണം. കുറുക്കൂട്ട് കലക്കണമല്ല, ഇത് പൊക്കി കയറ്റാനായിട്ടാണ് പണി. കാരണം വള്ളിയിട്ട് പൊക്കി കയറ്റി കഴിഞ്ഞാൽ പൊട്ടി തലയിൽ വീഴും. കാരണം മുട്ടിൻ്റെ ഇടയിൽ കൂടെ പൊക്കി തന്നെ കൊണ്ടുപോകണം, നല്ല വെയിറ്റ് ഉണ്ടായി. ഇത് പയ്യനെ മുകളിൽ കയറ്റി വെച്ച് ഞാനിപ്പോൾ പറഞ്ഞ സംഭവം ഇതാ. ഈ ജോയിൻ്റ് എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വാർത്തിട്ടുണ്ടായി ഇവിടെ. ഇപ്പോൾ 2ാമത്തെ സെക്ഷനാണ് വാർക്കുന്നത്. ഓൾറെഡി കമ്പിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ആ പ്ലംബിങ്ങും പോട്ടെ വയറിങ്, കാരണം ഇപ്പോൾ വയറിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്ക് വാർക്ക സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ആക്കുക. അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാനിട്ട് ഈ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. പിന്നെ കമ്പിയുടെ അവിടെ കവറിങ് ബ്ലോക്ക് വെച്ചിട്ടുണ്ടായില്ല. കവറിങ് ബ്ലോക്ക് മീൻസ് നമ്മളാ ഈ കമ്പിയുടെ അടിയിലേ കമ്പി അടിയിൽ നിന്ന് കുറച്ച് കൂടെ പൊന്തി നിൽക്കാനായിട്ട് സെൻറ്ററിലായിട്ട് എടുക്കാനായിട്ട്. കാരണം വെച്ചാൽ കോൺക്രീറ്റ് ഇട്ട് കഴിയുമ്പോൾ വെച്ചാൽ അടിയിലേക്ക് പോയതല്ല, അതിന് വേണ്ടിയിട്ട്. അത് ഇതിൻ്റെ അകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്ന് വെച്ചാൽ ഗ്യാപ്പ് അടയ്ക്കാനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം വലിയ ഗ്യാപ്പുകളൊക്കെ ഈ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കാനായിട്ടാണ്.
വലിയ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഭയങ്കര വലിയ ഗ്യാപ്പല്ല കേട്ടോ. നമ്മളെ ഈ പലകടയും ഈ ഇതിൻ്റെയൊക്കെ ചെറിയ ഷീറ്റിൻ്റെ ഒക്കെ ചെറിയ ഗ്യാപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വെക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ കോൺക്രീറ്റ് ഇട്ടേ അടിയിൽ കൂടെ ഒലിച്ച് പോവാതിരിക്കാനായിട്ടാണ് സംഭവം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ വയറിങ് അവിടെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്, അടിക്ക് പൈപ്പ് ഇറക്കിയുണ്ട്, അതിൻ്റെ ഇടയിൽ പയ്യനെ സംഭവം കുത്തിക്കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു അട്ടി പേപ്പർ കയറ്റിയുണ്ടായി, അങ്ങനെ 2 പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടായുള്ളൂ, അത്രയും ഗ്യാപ്പ് ഉണ്ടായുള്ളൂ. അത്രയും മര്യാദക്കാണ് ഇവർ കറക്റ്റായിട്ട് തട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത്. അത് കാരണം വലിയ ഗ്യാപ്പുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ നീലപനിൻ്റെ അടുത്താട്ടം നമ്മളെ മേസ്ത്രി, പുള്ളി കോൺട്രാക്ടറാണ്, ഫുള്ള് വീടിൻ്റെ പണിയൊക്കെ എടുത്ത് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഈ കവറിങ് ബ്ലോക്ക് വെക്കണത് ഇത് കറക്റ്റ് സെറ്റായിട്ട് ഇരിക്കാനായിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നടക്കണമെന്നല്ല, ഈ കോൺക്രീറ്റ് നമ്മൾ ഈ അർബാനയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ ഈ കമ്പി താഴെത്ത് കോൺക്രീറ്റ് ഇടുമ്പോൾ, കാരണം ആ ലെവലിൽ തന്നെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായി സംഭവം വെക്കണം. ഇപ്പോൾ അത്യാവശ്യം ഇടവിട്ട് വെക്കണം. ഇപ്പോൾ കമ്പി ഇപ്പോൾ കെട്ടാനില്ല, കമ്പി ഇപ്പോൾ ഓൾറെഡി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടായി ഫുള്ള്. ആഗ്രഹമെന്ന് വെച്ചാൽ ഈ പേപ്പറും വെക്കാനുണ്ടായി, പിന്നെ ഈ കവറിങ് ബ്ലോക്കും സെറ്റ് ചെയ്യാനുണ്ടായി, അത്രേ ഉണ്ടായുള്ളൂ പണി. അപ്പോൾ നമ്മൾ ഇന്നൊരു 10 പേരോളം പണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ വർക്കിക്ക്. അതിൻ്റെ അകത്തൊരു 3 പേര് നമ്മളെ മെഷീൻ കൊണ്ടുവന്ന ടീമാണ്. മെഷീൻ കൊണ്ടുവന്ന ടീം എന്ന് വെച്ചാൽ പുറത്തെ ടീമൊന്നുമല്ല, നമ്മളെ അറിയണ ഏട്ടന്മാർ തന്നെയാണ്, നമ്മളെ ഏട്ടന്മാർ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളവർ മേശരി അടക്കം കൂട്ടുകാരന്മാരാണ് എല്ലാവരും. അത് കാരണം കൊണ്ട് വലിയ നമുക്ക് ബോറടിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പണിക്ക്. ഇതിപ്പോൾ എന്താ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഈ അർബാന നമ്മൾ ഓടിക്കേണ്ടത്. അതെന്ന് വെച്ചാൽ ഈ സാധനം സെറ്റ് ചെയ്ത് നമ്മൾ ആ അറ്റത്തേക്ക് കൊണ്ടുപോകും. കാരണം എവിടെയാണ് ലോങ്ങുള്ള ആ അറ്റത്തേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകും. കാരണം അർബാന ഈ കമ്പിയും കൂടെ ഓടിച്ച് കഴിഞ്ഞാൽ ഈ കമ്പിയമ്മ കെട്ടിയേക്കണം, കിട്ടമ്പേ കൊണ്ടിട്ട് ഇതിൻ്റെ ട്യൂബൊക്കെ പഞ്ചറാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പയ്യനെ ഏറ്റവും കൂടുതൽ ദൂരമുള്ളിടത്തേക്ക് സാധനം സെറ്റ് ചെയ്യും ഇങ്ങനെ. എന്നിട്ടാണ് അവിടെ നിന്ന് കഴിയുന്നതനുസരിച്ചാണ് ഓരോന്ന് മാറ്റി വരുന്നത്. അപ്പോൾ ഈ ഇങ്ങേറ്റത്ത് നിന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങുന്നത്, കാരണം വെച്ചാൽ ഇവിടെയാണ് കുറച്ച് സ്ട്രോങ് കൂടുതലുള്ളത്. ഇതിൻ്റെ മുകളിൽ കൂടെ അർബാന ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കോൺക്രീറ്റ് തട്ടും. അപ്പോൾ തട്ടുമ്പോൾ താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ കവറിങ് ബ്ലോക്ക് വെച്ചേക്കണത്. അപ്പോൾ കമ്പിയപ്പോൾ സെൻട്രലായിട്ട് നോളും, അടിയിലും മുകളിലും കോൺക്രീറ്റ് വന്നിട്ട് കറക്റ്റ് സെൻട്രലായിട്ട് നോളും. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ പരിപാടി നോക്കി, കാരണം വെച്ചാൽ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരം ഉണ്ടാവില്ല, പിന്നെ കഴിയാണ്ട് നിർത്തില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവനൊരു കലാകാരനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മറ്റേ നമ്മൾ ആദ്യം കലക്കി പൊക്കി കയറ്റിയ സാധനം അവിടെ ജോയിനിൽ ഒഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പം. കാരണം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് കമ്പിയിട്ട് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായി. ബാക്കിയുള്ള കവറിങ് ബ്ലോക്ക് വെക്കലും പേപ്പർ വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ ഇന്ന് ചെയ്യണ പണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. കാരണം ഇതില്ലെങ്കിൽ ഇന്ന് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാനത് കാരണം പഴയ മുണ്ടെടുത്ത് പോന്നിട്ടുണ്ടായി വീട്ടിൽ നിന്ന്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ റൗണ്ടാക്കി പൊറോട്ടടിക്കാനല്ല ഇട്ടത്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചിമ്മാട് കെട്ടുന്നൊക്കെ പറയും, തലയിൽ വെച്ച് ചട്ടി വെച്ച് പൊക്കി കയറ്റുമ്പോൾ തലവേദന എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് തല വെച്ച് സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഇത് വെച്ച് കെട്ടും, തോർത്ത് വെച്ച് കെട്ടും. അത് പിന്നെ അതിൻ്റെ മുകളിൽ ചട്ടി വെച്ച് കഴിഞ്ഞാൽ കാരണം അധികം വേദന എടുക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ മണ്ണ് കയറ്റാനായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളാ ഈ ചെറിയ ചട്ടിയില്ലേ, 2 ചട്ടി മണ്ണ് ഞാൻ ഈ പൊക്കണ ഈ ഒരു ചട്ടിയിൽ കൊള്ളും. 2 ചട്ടി മണ്ണാണ് കൊണ്ടുപോകുന്നത് ചെറിയ. അത് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇനി സ്റ്റോപ്പില്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണം തീരണ വരെ. ഒരു 10-35 ചാക്കിൻ്റെ കോൺക്രീറ്റിങ് എന്നുള്ളത് കഴിയണ വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ ഇതിപ്പോൾ വേറെ നിർത്താൻ പറ്റില്ല, ഈ സാധനം ഒന്നും ഓഫ് ചെയ്യാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഇത് തീരുന്നതനുസരിച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ റെസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. റെസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ ഈ സാധനം മുകളിൽ പോയിട്ട് ചിലപ്പോൾ കുറച്ച് ലാഗൊക്കെ ആവണമെങ്കിൽ തന്നെ കിട്ടുള്ളൂ റെസ്റ്റ്, അല്ലെങ്കിൽ കിട്ടും. അത് ചുരുക്കമാണ്, കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം പിന്നെ അങ്ങനെ റെസ്റ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ഈ വെള്ളം കുടിക്കുന്ന ടൈമിലൊക്കെ റെസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് റെസ്റ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കുന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് ഈ വെള്ളം കുടി മാത്രമല്ല, ഈ ക്യാമറ അങ്ങോട്ട് തിരിക്കണം, അത് പണി വേറെയാണ്.
അപ്പം അങ്ങനെ പണിക്ക് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ നിൽക്കണമെന്ന് വെച്ചാൽ ഈ മണ്ണുമ്മ മാത്രം ഞാൻ നിൽക്കണം, മണ്ണേറ്റാൻ മാത്രമാണ് ഞാൻ നിൽക്കണത്. അവിടെ മെറ്റലിൻ്റെ അടുത്ത് അവിടെ കുറച്ച് ടീം ഉള്ള കാരണം കൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എൻ്റെ ആവശ്യം ഉണ്ടായില്ല അവിടെ മെയിനായിട്ട്. അത് കാരണം പിന്നെ ഞാൻ ഇവിടെ നിന്നിരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മാറി ഞാൻ മാത്രമായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പോൾ. അത് ഞാൻ കുറച്ചാളായി പണിക്കിറങ്ങാത്ത കാരണം ഇപ്പോൾ ശരീരമൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ല തുടങ്ങണത്, പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് തുടങ്ങണത്. കുളിയും കഴിഞ്ഞിട്ടല്ല, പിറ്റേ ദിവസം നല്ല രസമായിരിക്കും. മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ജിമ്മിൽ പോയിട്ട് ഫസ്റ്റ് ദിവസം ജിമ്മിൽ പോയിട്ട് പിറ്റേ ദിവസത്തെ ഒരു അവസ്ഥയിൽ ആ സംഭവം ശരിക്കും അതിനേലും നല്ല പെയിൻ ഉണ്ടാവും ഈ ജോയിൻറ്റുകളിലൊക്കെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ടൈമിലാണ് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കുറേ നാൾ പോവാതെ എന്നിട്ട് പിന്നെ പോയി കഴിയുമ്പോൾ ഈ പ്രശ്നം പറഞ്ഞത്, അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവാറൊന്നുമില്ല എനിക്ക്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ ഈ കഷ്ടപ്പാടെന്ന് പറഞ്ഞ സംഭവം അറിഞ്ഞ് വളരണില്ല ആരും. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് നിസ്സാരമൊക്കെ ആയിട്ട് തോന്നും കാണുന്നവർക്ക്. കഷ്ടപ്പാട് അറിയുന്നവർക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ 90s ഉള്ള പിള്ളേർ ചെയ്യാത്ത പണികൾ ഭയങ്കര കുറവായിരിക്കും. കാരണം വെച്ചാൽ ശരാശരി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പയ്യന്മാർ അത്യാവശ്യം നല്ലോണം പണിയെടുത്തിട്ടാണ് ഇതുവരെയൊക്കെ എത്തിയേക്കണത്. അപ്പം അതൊന്നും അറിയാണ്ട് വളരുന്ന കുറേ പിള്ളേരുണ്ട് ഇപ്പം. അപ്പം അവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ വലിയ കാര്യമായിട്ടൊക്കെ തോന്നില്ല. അപ്പം കാര്യം തോന്നണമെന്ന് വെച്ചാൽ കഷ്ടപ്പാട് അറിയുന്നവർ മനസ്സിലാവുള്ളൂ. അപ്പോൾ ചെറിയൊരു റെസ്റ്റ് കിട്ടിയ ടൈമിലുണ്ട് ക്യാമറ അങ്ങനെ. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു എന്താണത്. ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇടാറുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല, നമ്മളെ വീട്ടുകാരും കുടുംബക്കാരും അറിയണമല്ലോ, നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരെ അറിയണമല്ലോ നമ്മൾ അതിന് ദൂരം കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുക്കണമെന്ന്. സോറി, അപ്പം മാറ്ററിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ പരിപാടി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. ഇപ്പോൾ അവിടം വരെ എത്തിപ്പം ഏകദേശം. ഇപ്പോൾ മെറ്റലൊക്കെ ഇപ്പോൾ ഏകദേശം കാലി, മെറ്റലും മണ്ണും കാലിയായി. മണ്ണും മെറ്റലും ഫുള്ളായിട്ട് തീർന്നിട്ടാണ്. ഒരു ലോഡ് മെറ്റൽ ഇന്ന് രാവിലെ അടിച്ചാണ്, ഒരു ലോഡ് മണ്ണ് അടിച്ചാൽ. മണ്ണും കുറച്ച് മെറ്റലും കുറച്ച് ആദ്യമേ ഉണ്ടായി അവിടെ. സിമെൻറ്റ് ഫുള്ളായിട്ട് തീർന്നിട്ടാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഘട്ടമാണ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മുകളിൽ കയറാനായിട്ട്. മുകളിലത്തെ കാഴ്ചകളൊന്നും കയറി എടുത്തിട്ടില്ലല്ലോ, കാരണം ചീൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ പണിക്കാച്ചിട്ടില്ലേ, കാരണം പിന്നെ പോയില്ലല്ല, അത് നടക്കില്ല, നടക്കണ കാര്യമില്ല. ഞാനിത് ലാസ്റ്റ് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് കഴിയുന്ന ടൈമിൽ. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റത്തെ കൂട്ടപ്പോൾ കയറ്റിക്കൊണ്ട് പോകാനായിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മുകളിൽ കയറാനായിട്ട്. പിന്നെ കുറേ നേരമായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായില്ല, വെള്ളം കുടിക്കാനായിട്ട് നേരം കിട്ടിയിട്ടുണ്ടായില്ല. എന്ന് വെച്ചാൽ ഇവിടെ താങ്ങാനൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ വെള്ളം കുറച്ച് പ്രശ്നമാണ്, കുടിവെള്ളം. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി എല്ലാവർക്കും. ഈ കൂട്ട് കയറി കഴിഞ്ഞിട്ട് അവിടെ ഇനി വേണോ വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മുകളിൽ കയറിയിട്ട് മുകളിലത്തെ വിഷയം എടുക്കാനായിട്ട്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ആദ്യം കയറിയതല്ലാണ്ട് പിന്നെ ഇത് തുടങ്ങിയ പിന്നെ വാർത്ത തുടങ്ങിയ പിന്നെ കയറിയിട്ടുണ്ടായില്ല. ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാമറ. അപ്പോൾ ഞാനപ്പോൾ അവിടെ ചോദിക്കുന്നു അവിടെ കഴിഞ്ഞ് എനിക്ക് അങ്ങോട്ട് വരാനായിട്ടാണ്. അപ്പോൾ അവിടെ ഏകദേശം കഴിഞ്ഞെന്ന് പറഞ്ഞവർ പയ്യനപ്പം നമ്മളെല്ലാവരും കൊടുക്കാമെന്ന്. അപ്പോൾ അടിയിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. അപ്പോൾ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് മുകളിൽ കയറി. മുകളിലിപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പം. ട്രൗസറിന് കയറി തന്നെ വെക്കി. അപ്പം അങ്ങനെ എല്ലാവരും ഇവിടെ കണ്ടപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. കാരണം ഇത്ര നേരം അടിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഫലം നമ്മൾ കാണുമ്പോൾ തൃപ്തി കിട്ടണത്. അപ്പം നമ്മളിപ്പോൾ ബണ്ട് വെക്കണുണ്ട്. ബണ്ടല്ല സംഭവം, അവിടെ കുറച്ച് കട്ട വന്നിട്ട് പൊക്കാനിരുന്നത് വാള് വിട്ട് സംഭവം. അപ്പം അതിൻ്റെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഒരു ചെറുതായിട്ട് തടുപ്പിക്കാനാണ് കാണുന്നത്. ശരി, ആള് ഫുള്ള് കമ്പനി കേട്ടാ. അതല്ലേ മൊബൈലും പിടിച്ച് തന്നിട്ട് ഒന്നും പറയാത്ത കാൽപ്പാടുണ്ട്. നോക്കി ഇവിടെ ഉണ്ടായിട്ടപ്പോൾ കുറച്ച് തടിപ്പിക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ കോണി റൂം പറഞ്ഞ കാരണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് തടിപ്പിക്കുന്നുണ്ടായി. അപ്പോൾ അടിയിൽ വാർക്ക
മെഷീൻ കൊണ്ട് ചേട്ടന്മാരെ കൈയും കാലും ഇവിടെ ഇരിപ്പായിട്ടാണ്. ഇനി കുറച്ച് പേർക്ക് നമുക്ക് ഇവിടെ പണിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പം ഇന്ന് വാർത്ത ഫുള്ള് അറ്റത്തെയും മറ്റേ ചെറിയൊരു ബണ്ട് കൂടി സെറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളെ ഇവിടെ നനച്ച് കഴിഞ്ഞിട്ട് വെള്ളം കെട്ടി നിർത്താനായിട്ടാണ്. കാരണം വെള്ളം ഒഴുകി പോകാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ വാർക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തണം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ബണ്ട് കെട്ടണം. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബണ്ട് കെട്ടാൻ നിൽക്കാനായിട്ട്. വേറെ ഒന്നുമില്ല, പരിക്കണോണ്ട് ജസ്റ്റ് തട കൂട്ട് നിർത്താനായിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണി കഴിഞ്ഞു. പിന്നെ പയ്യനെ ആ മെഷീൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് പയ്യനെ ഇറക്കി കൊടുക്കണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മഴക്കാലമാണ്. ഇപ്പോൾ ശരിക്കും ഇപ്പം ഇനി ഷീറ്റ് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. നല്ല വെയിലുണ്ട് തന്നെ. ഇപ്പം ഞാപ്പാണിപ്പോൾ കോണിട്ടുണ്ട്. ശരി വേണം എടുക്കട്ടെ. നല്ല വെയിലുണ്ടായി. അങ്ങനെ ഉണ്ടായില്ല പണി മനോഹരമായിട്ട് കരിത്തറ കേട്ടിട്ടുണ്ടെന്നാണ് എല്ലാവരും. എന്താ അപ്പം അങ്ങനെ നമ്മളെ വാർക്ക കഴിഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ടർ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ഈ വീടിൻ്റെ തറപണി തുടങ്ങി വാർക്ക വരെ ഫുള്ളായിട്ട് ആ പുള്ളിക്കാരൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ വരാൻ പോകും. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയത് പൊറോട്ടയും ബീഫും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോട്ടാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പണിക്കാശാണ്ടേക്ക് കാണാം.